ാണ് എനിക്ക് ഏറ്റവും ആദ്യം റെഡ് കളറിലെ മാർക്ക് വന്നത്. പിന്നീട് ചെവിയുടെ ഭാഗത്തേക്ക് വന്നു, എന്റെ നെറ്റിയിലേക്ക് വന്നു, ശരീരത്തിലേക്ക് വന്നു. അപ്പൊ ഞാൻ മാറി നിന്ന ആ 16 to 45 ഡേയ്സിൽ എന്റെ ശരീരത്തിന്റെ പല ഭാഗത്തായിട്ട് ഇങ്ങനെ റെഡ് മാർക്ക് വരാനായിട്ട് തുടങ്ങി. അപ്പൊ ഞാൻ ഏറ്റവും ആദ്യം വിചാരിച്ചത് നമ്മുടെ ഐയുടെ വിക്രത്തിന്റെ അവസ്ഥ പോലെയാണ്. കാരണം ബോഡി വെയിറ്റ് കുറയുന്നു, മുടി കൊഴിയാൻ വേണ്ടി തുടങ്ങി, റെഡ് മാർക്ക് വരുന്നു, പിന്നീട് പിമ്പിൾസ് വരാൻ വേണ്ടി തുടങ്ങി. അതായത് ഇപ്പൊ അത് ഈ ഫോട്ടോയിലുണ്ട്, നമ്മുടെ നെറ്റിയുടെ ഭാഗത്താണ് ഏറ്റവും ആദ്യം പിമ്പിൾസ് വന്നത്. സേറ ഓൺ ദ ട്രൂത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ്സ് അറിയിക്കുക. അപ്പൊ നമുക്ക് എല്ലാവർക്കും പരിചിതനായ വ്യക്തിയാണ് ബിഗ് ബോസ് സീസൺ 6 മത്സരാർത്ഥിയായ സിജോ എന്ന വ്യക്തി. സിജോ എന്ന വ്യക്തിയെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ലൊരു മത്സരാർത്ഥിയായിരുന്നു, ഒറ്റയ്ക്ക് നിന്ന് കളിക്കുന്ന ഒരു മത്സരാർത്ഥിയായിരുന്നു, എല്ലാവർക്കും പ്രതീക്ഷയുള്ള ഒരു വ്യക്തിയായിരുന്നു. കാരണം എന്ന് വെച്ചാൽ ബിഗ് ബോസ് ഷോയിൽ വിന്നറാവാൻ ചാൻസ് ഉള്ള ഒരു വ്യക്തി എന്നത് ഒരുപാട് പേര് പറഞ്ഞിട്ടുള്ള കാര്യമായിരുന്നു സിജോയെ കുറിച്ച്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സിജോയ്ക്ക് റോക്കിയിൽ നിന്ന് മുഖത്തൊരു ഇടി കിട്ടുകയും തുടർന്ന് സിജോ ഹോസ്പിറ്റലാവുകയും സർജറി ചെയ്യുകയും 1 മാസത്തോളം ബിഗ് ബോസിനുള്ളിൽ മത്സരിക്കാൻ കഴിയാതെ ആവുകയൊക്കെ ചെയ്തിരുന്നു. പിന്നെ സിജോയ്ക്ക് എന്ത് സംഭവിച്ചു എന്ന് ഒരു പക്ഷെ ഒരാൾ പോലും അന്വേഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ബിഗ് ബോസ് ഷോയ്ക്ക് അകത്തായാലും പുറത്തുള്ളവരാണെങ്കിലും എല്ലാവരും കരുതി അതുവഴി സിജോ അങ്ങ് പോയി കാണുമെന്ന്. പക്ഷേ സിജോ 1 മാസത്തിന് ശേഷം ഒരു ദിവസം ലാലേട്ടൻ വന്ന ഒരു എപ്പിസോഡിൽ വന്ന് പ്രേക്ഷകരോടും അതുപോലെ ബിഗ് ബോസ് ഷോയിലുള്ള മത്സരാർത്ഥികളോടുമായിട്ട് സംസാരിക്കുമ്പോഴാണ് സിജോയ്ക്ക് ഇത്ര വലിയ ഒരു ഇൻസിഡന്റ് ആണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. റോക്കി ആണെങ്കിൽ ഇതോടുകൂടി പുറത്താവുകയും ചെയ്തു. റോക്കി പുറത്തിറങ്ങിയപ്പം തന്നെ ഒരുപാട് റോക്കി ഇഷ്ടപ്പെടുന്ന കുറെ ആളുകൾ മാസാണ് റോക്കി ചെയ്തതെന്ന രീതിയിലൊക്കെയാണ് റോക്കി അവിടെ സ്വീകരിച്ചത്. മാല ഇടുന്നു, തൊപ്പി വെക്കുന്നു, പൂ കൊടുക്കുന്നു, എന്തൊക്കെയായിരുന്നു. പക്ഷേ സിജോയ്ക്ക് ഉണ്ടായ ഒരു ഇൻസിഡന്റ് ഇത്ര വലുതാണെന്ന് അറിഞ്ഞപ്പോൾ പ്രേക്ഷകരാണെങ്കിലും സിജോയെ ഇഷ്ടപ്പെടുന്ന വ്യക്തികളാണെങ്കിലും അതുപോലെ ബിഗ് ബോസ് ഷോയിൽ ഉള്ളിലുള്ളവരാണെങ്കിലും വളരെയധികം സങ്കടപ്പെട്ടു. ഇത് ഭയങ്കര കഷ്ടമായി പോയി എന്ന് പറയാനായിട്ട് ഇടയായി. എങ്കിലും സിജോയ്ക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഇൻസിഡന്റിൽ നിന്ന് പൂർണ്ണമായിട്ട് പുറത്തു വരാൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. സിജോയ്ക്ക് ഇനിയും അടുത്ത മാസം കൂടി ഒരു സർജറി ഉണ്ടെന്നാണ് സിജോ പറയുന്നത്. അപ്പൊ സിജോയുടെ കുറച്ച് കാര്യങ്ങളെ പറ്റി നമുക്കൊന്ന് കേൾക്കാം. ഞാൻ ഏറ്റവും ആദ്യം ഒരു ഫോട്ടോ ഇവിടെ വെക്കുന്നുണ്ട്. അതായത് ഈ ഒരു ഫോട്ടോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ ഫോട്ടോ കണ്ടാൽ മനസ്സിലാവും. ഞാൻ 16ാമത്തെ ദിവസം അവിടുന്ന് ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങി എന്റെ ഓപ്പറേഷൻ കഴിഞ്ഞ് പിന്നീട് ഞാൻ കുറച്ച് നാൾ ചെന്നൈയിൽ തന്നെയായിരുന്നു, വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ആ സമയത്ത് എന്റെ കൂടെ ഉണ്ടായിരുന്ന എന്നെ നോക്കാനുണ്ടായിരുന്ന വ്യക്തിയുടെ മൊബൈൽ ഫോണിൽ ഞാൻ എടുത്ത ഒരു ഫോട്ടോയാണ്. ഞാനന്ന് മൊബൈൽ ഫോൺ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ സമയത്തുള്ള ഫോട്ടോ ഞാൻ പിന്നീട് സെൻഡ് ചെയ്ത് വാങ്ങിക്കുകയായിരുന്നു. ഒരു 2-3 പിക്ചർ കൂടി ഉണ്ട്. ഞാനിപ്പോൾ ഈ ഒരു ഫോട്ടോ മാത്രം ഞാൻ വെക്കാം. അപ്പൊ ഈ ഒരു ഫോട്ടോയ്ക്കകത്തുള്ള എന്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാൻ സാധിക്കും. ബിഗ് ബോസിലേക്ക് വരുന്നതിന് മുന്നേ ഉള്ള സിജോയിൽ നിന്ന് എനിക്ക് ബിഗ് ബോസിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ എന്റെ 13 കിലോ എനിക്ക് പോയിട്ടുണ്ടായിരുന്നു. എന്റെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് എനിക്ക് ഏറ്റവും ആദ്യം തന്നെ എനിക്ക് കുറച്ച് സൈഡ് എഫക്ട് വന്നു. സൈഡ് എഫക്ട് എന്ന് പറയുന്ന ഒന്ന് എന്റെ മസിൽ ലോസാണ്. എന്റെ ബോഡി വെയിറ്റ് ഒരുപാട് കുറയുകയുണ്ടായി. ഇപ്പോൾ ഓരോ ദിവസം ഓരോ കിലോ വെച്ചൊക്കെ കുറയുന്ന ഒരവസ്ഥ പോലും എനിക്ക് ഉണ്ടായി. അപ്പൊ എനിക്ക് ടോട്ടൽ അങ്ങനെ 13 കിലോ പോയി. എന്റെ മസിൽ ലോസ് ആയിരുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത്. എന്റെ ശരീരത്തിന്റെ മസിൽസ് എല്ലാം തന്നെ പെട്ടെന്ന് നഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. ഞാൻ ബിഗ് ബോസിലേക്ക് വരുന്ന സമയത്ത് 83 kg പ്ലസ് ആയിരുന്നു എന്റെ ബോഡി വെയിറ്റ്. പിന്നീട് അത് 70 കിലോയിലേക്ക് താണു പോകുന്ന അവസ്ഥ ഉണ്ടായി. പിന്നെ എനിക്ക് എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് എനിക്കൊരു ഓപ്പറേഷൻ ഉണ്ടാകുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ എന്റെ ശരീരത്തിൽ സ്റ്റിച്ച് ഇടുന്നതൊക്കെ എനിക്ക് ആദ്യമായിട്ടാണ്. അപ്പോൾ അനസ്തേഷ്യ എനിക്ക് ആദ്യമായിട്ടാണ് എന്റെ ശരീരത്തിൽ ഉപയോഗിക്കേണ്ടി വന്നത്. അപ്പൊ അതിന്റെ ഒരു പ്രോബ്ലം എനിക്കുണ്ടായി. എന്റെ ശരീരത്തിന്റെ പല ഭാഗത്തും റെഡ് കളറിലെ മാർക്ക് വരാൻ വേണ്ടി തുടങ്ങി. നിങ്ങൾ ഈ ഫോട്ടോക്കകത്ത് കാണാം, ഇവിടെയാണ് എനിക്ക് ഏറ്റവും ആദ്യം റെഡ് കളറിലെ മാർക്ക് വന്നത്. പിന്നീട് ചെവിയുടെ ഭാഗത്തേക്ക് വന്നു, എന്റെ നെറ്റിയിലേക്ക് വന്നു, ശരീരത്തിലേക്ക് വന്നു. അപ്പൊ ഞാൻ മാറി നിന്ന ആ 16 to 45 ഡേയ്സിൽ എന്റെ ശരീരത്തിന്റെ പല ഭാഗത്തായിട്ട് ഇങ്ങനെ റെഡ് മാർക്ക് വരാനായിട്ട് തുടങ്ങി. അപ്പൊ ഞാൻ ഏറ്റവും ആദ്യം വിചാരിച്ചത് നമ്മുടെ ഐയുടെ വിക്രത്തിന്റെ അവസ്ഥ പോലെയാണ്. കാരണം ബോഡി വെയിറ്റ് കുറയുന്നു, മുടി കൊഴിയാൻ വേണ്ടി തുടങ്ങി, റെഡ് മാർക്ക് വരുന്നു, പിന്നീട് പിമ്പിൾസ് വരാൻ വേണ്ടി തുടങ്ങി. അതായത് ഇപ്പൊ അത് ഈ ഫോട്ടോയിലുണ്ട്, നമ്മുടെ നെറ്റിയുടെ ഭാഗത്താണ് ഏറ്റവും ആദ്യം പിമ്പിൾസ് വന്നത്. അതിന് പിന്നീട് ഞാൻ ഹോസ്പിറ്റലിൽ പോവുകയും ആ ഹോസ്പിറ്റലിൽ പിന്നീട് നമ്മുടെ വേറെ ഡോക്ടറിനെ കാണുകയും ഇതിന്റെ സൈഡ് എഫക്റ്റ് മാറാനായിട്ടുള്ള മെഡിസിൻ എനിക്ക് സെപ്പറേറ്റ് അവർ തരികയും ചെയ്തു. അപ്പൊ ഇങ്ങനെ ഞാൻ ആ ഒരു 28 ദിവസമാണ് ഞാൻ മൊത്തത്തിൽ ഹൗസിൽ നിന്ന് മാറി നിന്നത്. ആ മാറി നിന്ന 28 ദിവസത്തിൽ എനിക്ക് ആദ്യത്തെ 2 ആഴ്ച ജ്യൂസ് മാത്രം കുടിക്കാനായിട്ടാണ് നിർവാഹം ഉണ്ടായിരുന്നത്. ഇവിടെ എനിക്ക് ഇപ്പോഴും ആ സ്റ്റിച്ചിന്റെ ഭാഗത്ത് ഓപ്പൺ ആക്കി ടോർച്ച് അടിച്ച് നോക്കിക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവും. അതിന് ഞാൻ വീഡിയോയിൽ പ്ലേ ചെയ്ത് കാണിക്കുന്നത് മോശം, അല്ലെങ്കിൽ അതിന്റെ ആവശ്യമില്ലാന്ന് ഓർത്താണ് ഇപ്പൊ ഞാൻ കാണിക്കാത്തത്. ആ സ്റ്റിച്ചിന്റെ ഭാഗത്ത് വീണ്ടും എനിക്ക്, അതായത് നമ്മുടെ ശരീരത്തില് അവിടെ നിൽക്കുമ്പോൾ ഫുഡിന്റെ കാര്യങ്ങളൊക്കെ നമ്മുടെ വൈറ്റമിൻ ഡെഫിഷ്യൻസി ഒക്കെ അങ്ങോട്ട് കീഴ്മേൽ മറിഞ്ഞു പോകും. അപ്പൊ അത് ഓക്കെ ആകാത്തത് കൊണ്ട് തന്നെ എനിക്ക് അവിടെ ആ സ്റ്റിച്ചിന്റെ ഭാഗത്ത് വീണ്ടും എനിക്ക് അവിടെ ഇങ്ങനെ ഒരു പൊട്ടൽ പോലെ, അവിടെ എനിക്കൊരു പെയിൻ വന്നിട്ടുണ്ടായിരുന്നു. സ്റ്റിച്ചിട്ട ഭാഗത്താണ് ആ പ്രോബ്ലം വന്നത്. അതിന്റെ താഴത്തായിട്ട് ഈ ഒരു ഇഷ്യൂ ഉണ്ടായ ഭാഗത്ത് വീണ്ടും എനിക്ക് ഇപ്പൊ ഒരു ചെറിയ പസ് ഉണ്ട്. പെയിൻ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്.
ഓഗസ്റ്റ് 5-ാം തീയതിയാണ് ഇനി എന്റെ അടുത്തൊരു ഓപ്പറേഷൻ വെച്ചിരിക്കുന്നത്. അന്നാണ് എനിക്ക് ഈ പ്ലേറ്റ് റിമൂവ് ആക്കുക. അപ്പോൾ ഇതൊക്കെയാണ് സിജോയ്ക്ക് സംഭവിച്ചിരിക്കുന്നത്. ആരും തന്നെ പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമാണ് അവിടെ നടന്നിട്ടുള്ളത്. അതുമാത്രമല്ല, ബിഗ് ബോസ് ഷോയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് മത്സരാർത്ഥികൾ തമ്മിൽ ഇങ്ങനെ ഒരു ഫിസിക്കൽ അസോൾട്ട് ഉണ്ടാവുകയും ഇങ്ങനെ ഒരു വലിയൊരു സർജറി എന്ന രീതിയിലേക്ക് പോകേണ്ടതായിട്ട് വന്നത്. ഇതിനെ തുടർന്ന് സിജോ ഇപ്പോഴും അതിന്റെ വേദനകൾ അനുഭവിക്കുകയാണ്. എന്നാൽ തന്നെ റോക്കി ഒന്ന് പോയി കാണാനോ ഒന്ന് ക്ഷമ ചോദിക്കാനോ പോലും ഇതുവരെയും തയ്യാറായിട്ടില്ല. പല ഇന്റർവ്യൂയിലും റോക്കി വന്ന് പറയാറുണ്ട്, എനിക്കങ്ങ് പറ്റിപ്പോയി, എന്താണെന്ന് അറിയില്ല, അന്നത്തെ സമയത്ത് എന്തോ അങ്ങനെ തോന്നി എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ അറിയാത്തോണ്ട് ചോദിക്കുകയാണ്, ഒരു ചെറിയ സംശയമായിട്ട് കരുതിയാൽ മതി. റോക്കി ഇത് ഒരു തവണയൊന്നുമല്ല, അതിനകത്ത് 2 തവണ ഇതുപോലെ കാണിച്ചിട്ടുണ്ട്. ഒരു തവണ നിങ്ങളുടെ ആ ഒരു ദേഷ്യം നിങ്ങൾ പ്രകടമാക്കിയത് അവിടെ ഉണ്ടായിരുന്ന ഒരു പ്രോപ്പർട്ടിയിലാണ്. ആ പ്രോപ്പർട്ടിയിൽ ശക്തമായിട്ട് ഇടിച്ചപ്പോൾ ആ പ്രോപ്പർട്ടിയുടെ അവസ്ഥ എന്താണെന്നുള്ളത് പ്രേക്ഷകരാണെങ്കിൽ അവിടെ ഉണ്ടായിരുന്നവരാരും കണ്ടതാണ്. ഒരു തടി കൊണ്ടുള്ള ഒരു വസ്തുവായിട്ട് പോലും അത് അവിടെ അത്രയും ഭാഗം ആ ഒരു കൈയുടെ ആ പ്രസ് അത്രയ്ക്ക് പവറായിട്ടാണ് അദ്ദേഹം ഇടിച്ചത്. അദ്ദേഹത്തിന് അതിനുള്ള കായിക ബലം ഉണ്ടെന്നുള്ള കാര്യം നമുക്കറിയാം. അത്രയും ഭാഗം ഇരുന്ന് കണ്ടിട്ട് ശരിക്കും മനുഷ്യന് ഞെട്ടിപ്പോയി. ഒരു നോർമലായിട്ടുള്ള മനുഷ്യനൊന്നും അതുപോലെ ഇടിച്ച് ആ ഒരു ഭാഗം പൊടിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഒരു തടിയായ ഒരു വസ്തുവായ ഒരു സാധനത്തിന് ഇത്രയും പറ്റിയിട്ടുണ്ടെങ്കിൽ ഒരു മനുഷ്യ ശരീരത്തിന് രക്തം ഓടുന്ന ഒരു മനുഷ്യ ശരീരത്തിന്റെ മുഖത്തിന്റെ ഇവിടെയൊക്കെ ഇടിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? ആ ഭാഗത്തെ എല്ല് പൊട്ടി അദ്ദേഹത്തിന്റെ. സിജോയുടെ എല്ല് പൊട്ടുകയും തുടർന്ന് ഒരുപാട് സർജറികളൊക്കെ ചെയ്യേണ്ടി വന്നു. ഫുഡ് പോലും കഴിക്കാൻ പറ്റാത്ത അവസ്ഥയായി. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരാളായിരുന്നു സിജോ. അകത്തേക്ക് വരുമ്പോൾ നമുക്ക് എല്ലാം അറിയാം, നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരാളായിരുന്നു സിജോ. അതിനെ തുടർന്ന് സിജോയുടെ ബോഡി വെയിറ്റ് എന്ന് വെച്ചാൽ ഫുള്ളായിട്ട് കുറയുകയാണ്. ഡെയിലി 1 kg വെച്ച് കുറയുക എന്ന് വെച്ചാൽ എന്താണ് അവസ്ഥ? സിജോ ശരിക്കും പേടിച്ചു പോയി. സിജോയുടെ ഹെയർ കൊഴിയുന്നു, പിമ്പിൾസ് വരുന്നു, ഒരുപാട് പ്രശ്നങ്ങളാണ് സിജോയ്ക്ക് നേരിടേണ്ടി വന്നത്. ഒരു ദിവസം ഒരു ജ്യൂസ് മാത്രം കുടിച്ച് ജീവിക്കേണ്ടി വന്നു. നമുക്കാണെങ്കിൽ ഒരു ജ്യൂസ് എന്നൊക്കെ പറഞ്ഞ് വെറും ഒരു ദാഹജലം പോലെയാണ് നാമൊക്കെ കാണുന്നത് ചില സമയങ്ങളിൽ. എന്നാൽ തന്നെയും ഫുഡിനെ ഇത്രയധികം കുറച്ച് ആ മനുഷ്യൻ അവിടെ നിന്ന് അത്രയും കഴിഞ്ഞിട്ട് അത്രയും ഓപ്പറേഷനൊക്കെ കഴിഞ്ഞിട്ടും ബിഗ് ബോസ് ഷോയ്ക്കകത്തുള്ള വ്യക്തികൾ, അതായത് ഓപ്പറേഷൻ ചെയ്ത ഡോക്ടേഴ്സ് ഉൾപ്പെടെ എല്ലാവരും പറഞ്ഞു, സിജോ നിങ്ങൾ തിരികെ സ്വന്തം വീട്ടിലേക്ക് പോകണം. പക്ഷേ സിജോ ഒരിക്കലും സ്വന്തം വീട്ടിലേക്ക് തിരികെ പോയില്ല. കാരണം അത്രയധികം ആഗ്രഹിച്ചിരുന്നു സിജോ ആ ബിഗ് ബോസ് ഷോയിൽ മത്സരിക്കണമെന്നത്. ഇതെല്ലാം കഴിഞ്ഞ് ഡോക്ടർമാരുടെ ഒരുപാട് നിർദ്ദേശങ്ങൾ അനുസരിച്ച് തന്നെ സിജോ ഈ ബിഗ് ബോസ് ഷോയ്ക്കകത്ത് മത്സരിക്കുകയായിരുന്നു പിന്നീട് 1 മാസത്തിന് ശേഷം. എങ്കിലും സിജോ ആഗ്രഹിച്ചതുപോലെ ഒരു പ്രകടനം കാഴ്ചവെക്കാൻ കഴിഞ്ഞില്ല. കാരണം ഒരുപാട് ഡോക്ടേഴ്സുമാരുടെ നിർദ്ദേശപ്രകാരമുള്ള രീതിയിലായിരുന്നു സിജോ അതിനകത്ത് നിന്നത്. സിജോയ്ക്ക് ഫിസിക്കലായിട്ടുള്ള ഒരുപാട് ഗെയിമിൽ ഉൾപ്പെടാൻ പറ്റിയിട്ടില്ല. ഒരുപാട് കാര്യങ്ങൾ, ഡാൻസ് കളിക്കാൻ പറ്റിയിട്ടില്ല. അതൊക്കെ സിജോ പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം. ഡാൻസ് കളിച്ചു കഴിഞ്ഞാൽ പ്ലേറ്റ് അവിടെ ഇളകുന്നതുകൊണ്ട് ഞാൻ രാവിലെ തന്നെ ഡാൻസ് അവിടെ പാട്ട് പ്ലേ ആവുന്ന സമയത്ത് ഞാൻ ടോയ്ലറ്റിലേക്ക് പോയിട്ട് ആരും കാണാതെ ഞാൻ ഇവിടെ ഇങ്ങനെ എന്റെ പസ് കളയുക എന്നുള്ളതാണ്. ഞാൻ ഇങ്ങനെ പതിയെ ഞെക്കി ഈ ഒരു പോയിന്റിൽ പസ് വരും. ആ പസ് ഞാൻ തുപ്പിക്കളയും. പസ്സിന് സ്മെല്ലുണ്ടെങ്കിൽ മാത്രമായിരിക്കും കൂടുതൽ ഇഷ്യൂസ് വരിക. അങ്ങനെ സ്മെല്ലുണ്ടായിരുന്ന പസ്സല്ല. കാരണം പസ് വരുമ്പോൾ ആദ്യം ഒരു 15 മിനിറ്റ് എടുക്കും എന്റെ വാ ഓപ്പൺ ആകാനായിട്ട്. അങ്ങനെ ഞാൻ ഈ ഹോട്ടൽ ടാസ്കിനിടയിൽ വെച്ചിട്ട് എന്റെ ഫിസിക്കൽ കണ്ടീഷൻ ഭയങ്കരമായിട്ട് മോശമായി. ഏകദേശം അന്ന് നമ്മുടെ സ്വീകരിച്ച് വന്ന ആ ദിവസം 1 മണിക്കൂറോളം എനിക്ക് മെഡിക്കൽ റൂമിൽ അതിനെ ട്രിപ്പിട്ട് കിടത്തുകയുണ്ടായി. അന്ന് നന്ദന സായിക്ക് കൃത്യമായിട്ട് അറിയാം. കാരണം അവർ 2 പേരാണ് എന്റെ റൂമിലുണ്ടായിരുന്നത്. അപ്സരയ്ക്കും അറിയാം. അന്ന് എന്റെ കണ്ടീഷൻ ഭയങ്കരമായിട്ട് മോശമാകുകയും എനിക്ക് സംസാരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയി. അപ്പൊ അതിനിടയിൽ വെച്ചിട്ടാണ് നമ്മുടെ ജാസ്മിൻ അൻസിബ ഇഷ്യൂ ഒക്കെ ഉണ്ടാകുന്നത്. പക്ഷെ അപ്പോഴും ഞാൻ ഡോക്ടേഴ്സിനോട് പറഞ്ഞിരുന്നു എനിക്ക് റെസ്റ്റ് എടുക്കേണ്ടത്, എനിക്ക് ഗെയിമിന്റെ ഭാഗമായിട്ട് തന്നെ നിൽക്കണം. പ്രത്യേകിച്ച് ഗസ്റ്റ് ഒക്കെ വന്ന ദിവസമാണ്. അങ്ങനെ ഞാൻ അവിടെ വെച്ചിട്ടും റെസ്റ്റ് എടുക്കാൻ പറഞ്ഞിട്ട് ഞാൻ അവിടെ ഗെയിം കളിക്കാനായിട്ട് തീരുമാനിക്കുകയായിരുന്നു. ഇതായിരുന്നു സിജോയുടെ അവസ്ഥ. ഒരു സാധാരണക്കാരായ മനുഷ്യർക്കൊന്നും ഇത്രയധികം സർജറിയൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും ഒരു മത്സരത്തിൽ പങ്കെടുക്കാൻ കഴിയില്ല. സിജോ മാത്രമായതുകൊണ്ടാണ് വീണ്ടും മത്സരത്തിലേക്ക് തിരികെ വന്നത്. അത്രയധികം സിജോ ആ പ്ലാറ്റ്ഫോമിനെ ആഗ്രഹിച്ചിരുന്നു. ഇതൊക്കെ കണ്ടിട്ട് റോക്കിക്ക് ഒരു ദുഃഖം കൂടി തോന്നുന്നില്ല എന്നുള്ളതാണ് ഭയങ്കര വിഷമം. ഒന്ന് നേരിട്ട് കണ്ടിട്ട് ഒരു സോറി പറയാനുള്ള ഒരു മനോഭാവം പോലും അദ്ദേഹം കാണിക്കുന്നില്ല. അദ്ദേഹം എന്തോ വലിയ മാസ് ചെയ്തതുപോലെയാണ് നടക്കുന്നത്. ഇപ്പൊ കുറെ ആളുകൾ ഇങ്ങോട്ട് വന്നിട്ട് ഇതിന്റെ അടിയിൽ ചിലപ്പം കമന്റ് എഴുതും, പ്രവോക്ക് ചെയ്തിട്ടില്ലേ എന്ന്. ആണ്, പ്രവോക്ക് ചെയ്തിട്ട് തന്നെയാണ് അങ്ങനെ ചെയ്തത്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, ബിഗ് ബോസ് ഷോ എന്ന ഈ ഒരു മത്സരം അവിടെ ഒരാളെ തളർത്തി അറ്റാക്ക് കയറി വരാൻ പറ്റത്തുള്ളൂ. അതിനൊരു നിയമങ്ങളും കുറെ കാര്യങ്ങളും നമ്മൾ ചിട്ടയോടെ പാലിക്കേണ്ടതായിട്ടുണ്ട്.
നിങ്ങൾ കയ്യാങ്കളി പാടില്ല, ഫിസിക്കൽ അസോൾട്ട് പാടില്ല എന്നെല്ലാം അവർക്കോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ ആയിരിക്കും. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഈ ഒരു ക്യാരക്ടർ കാണിക്കാൻ പറ്റിയ ഒരു പ്ലാറ്റ്ഫോം അല്ല ഇത്. ഇതൊരു മത്സരമായിരുന്നു എന്ന് ആസിറോക്കി ചിന്തിക്കണമായിരുന്നു. എന്തായാലും പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരുന്നിടം വരെ ബൈ ബൈ.